അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ആൾജിബ്രിക് ഫംഗ്ഷൻസ് ഓഫ് ഇൻഫിനിറ്റ് ടൈപ്പ് ആണ്. നമ്മൾ ഇതുവരെ 0/0 വരുന്ന ടൈപ്പുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻഫിനിറ്റി വരുന്ന ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇൻഫിനിറ്റി വരുമ്പോഴും നമുക്ക് 0/0 ഉപയോഗിക്കുന്നത് പോലെ എൽ ഹോസ്പിറ്റൽ ഉപയോഗിക്കാം. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻഫിനിറ്റി ഫോം എന്ന് കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ഇൻഫിനിറ്റി ഫോം. This type of problems are solved by taking the highest powers of the terms tending to infinity as common from numerator and denominator. This is after they are cancelled and the rest output is the result. അതായത് ഇൻഫിനിറ്റിയിലാണ് രണ്ട് പോളിനോമിയൽസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഉത്തരം 0/0ക്ക് പകരം ഇൻഫിനിറ്റിയിലാണ് വരുന്നതെങ്കിൽ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഹയസ്റ്റ് ടേമുകൾ നമ്മൾ കോമൺ എടുക്കുക, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. For example, limit extends to infinity 3x plus 4 divided by 4x minus 3. ഇതാണ് പ്രോബ്ലം. എക്സിന് പകരം നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇൻഫിനിറ്റി ഫോം ആണ്. സോ ഒന്നുകിൽ നമുക്ക് എൽ ഹോസ്പിറ്റലോട് ചെയ്യാം. എൽ ഹോസ്പിറ്റൽ ചെയ്യുവാണെങ്കിൽ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. 3x എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് 3 ആണ്, 4x എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് 4 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 3/4. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഹയസ്റ്റ് പവറുള്ള ടേം കോമൺ എടുക്കണം. ഇവിടെ 3x ആയതുകൊണ്ട് നമുക്ക് x കോമൺ എടുത്താൽ എന്ത് വരും, 3 + 4/x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് x കോമൺ എടുത്താൽ എന്താ വരും, 4 - 3/x. സോ x ക്യാൻസൽ, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 3 + 4/x എക്സിന് വരെ ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും, എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ഡിവൈഡ് ബൈ 4 - 3/∞, that is 0, that is equal to 3/4. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x² + 5 ഡിവൈഡ് ബൈ x² + 4x + 3. ഇതാണ് പ്രോബ്ലം. നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് എക്സിന് വരെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് ഏത് ഫോമിലാവും, ഇൻഫിനിറ്റി ഫോമിലാണ് വരുന്നത്. സോ ഇൻഫിനിറ്റി ഫോമിലാവുമ്പോൾ ഹയസ്റ്റ് ടേമുകൾ നമ്മൾ കോമൺ എടുക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം, ന്യൂമറേറ്റർ ടേമിൽ നിന്ന് എഴുതാം x² നമുക്ക് കോമൺ എടുക്കാം. x² കോമൺ എടുത്താൽ എന്ത് വരും, 1 + 5/x² ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ x² + 4x + 3 ആണ്. അവിടെയും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഉള്ളത് x² ആണ്. സോ കോമൺ എടുക്കുമ്പോൾ 1 + 4/x + 3/x². സോ x² ക്യാൻസൽ, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 + എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ഡിവൈഡ് ബൈ 1 + 4/∞ 0 + 0, that is equal to 1. ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട ഫോം ഇതാണ്, ഇൻഫിനിറ്റി ഫോം. ഈ ഫോമിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. In this case, we convert the limit of the form 0/0 or infinity by rationalization method. അപ്പോൾ ഇൻഫിനിറ്റിയിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ റാഷണലൈസേഷൻ മെത്തേഡ്, അതായത് കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേംസിലെ റാഷണലൈസേഷൻ മെത്തേഡാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ റാഷണലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് 0/0 ഇൻഫിനിറ്റി ഫോമിലേക്ക് ഇതിനെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് ലിമിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x - √(x² + x). നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ അത് ഇൻഫിനിറ്റി ഫോം ആണ്. സോ ഇൻഫിനിറ്റി ആണെങ്കിൽ റാഷണലൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുക. നമുക്കറിയാം റൂട്ട് ഉള്ളത് കൊണ്ട് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x - √(x² + x), ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 1 ആണ്. സോ നമ്മൾ ചെയ്യുന്നത് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x + √(x² + x കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ശരിയല്ലേ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിൻ്റെ ടേം എന്താണ്, a - b × a + b, ദാറ്റ് ഈസ് a² - b² ഡിവൈഡഡ് ബൈ x + √(x² + x). സോ x² ക്യാൻസൽ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x - x ഡിവൈഡഡ് ബൈ x + √(x² + x). നമുക്കറിയാം ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ ഇൻഫിനിറ്റി ഫോം ആണ്. സോ എൽ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഹയസ്റ്റ് ടേമുകൾ കോമൺ എടുക്കുക. ഫസ്റ്റ് ടേമിൽ, അതായത് ന്യൂമറേറ്റർ ടേമിൽ നിന്ന് നമ്മൾ x കോമൺ എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ ടേമിൽ നമ്മൾ x കോമൺ എടുക്കുന്നു. 1 + √(1 + 1/x), ശരിയല്ലേ.
അതായത് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നാണ് ഡിനോമിനേറ്റർ ടേം. എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ 1 പ്ലസ് 1/x ആണ്. ശരിയല്ലേ? സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. നമുക്കറിയാം എക്സ് ക്യാൻസൽ, -1 ഡിവൈഡ് ബൈ 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 0. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/1 പ്ലസ് 1 which is equal to -1/2. This is the answer. Clear ആണല്ലോ? Next problem. Evaluate limit extends to infinity root of x square plus x plus 1 minus root of x square plus 1. ഇതും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണ്. സോ റാഷണലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അതിനെ 0/0 ഫോമിലേക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി root of x square plus x plus 1 minus root of x square plus 1 divided by x. ന്യൂമറേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ശരിയല്ലേ? സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. നമുക്കറിയാം ന്യൂമറേറ്ററിൻ്റെ ടേം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്റർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ക്യാൻസലായി, എക്സ് പ്ലസ് 1 മൈനസ് 1 ക്യാൻസലായി, ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേബിളിൽ നമുക്ക് എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ 1 പ്ലസ് 1/x പ്ലസ് 1/x സ്ക്വയർ എന്നാവും. സെക്കൻഡ് ടേബിളിൽ നിന്ന് ഞാൻ എക്സ് സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 1/x ആണ്. സോ രണ്ട് ടേബിളിൽ നിന്നും നമുക്ക് എക്സ് സ്ക്വയർ റൂട്ടോട് വെളിയിൽ കൊണ്ടുവരികയാണെങ്കിൽ എക്സ് ആവും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ക്യാൻസൽ, ദെൻ 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 1/x പ്ലസ് 1/x സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1/x. നമുക്കറിയാം എക്സിന് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0, എനി നമ്പർ ബൈ ഇൻഫിനിറ്റി സ്ക്വയറും 0 ആണ്. സോ 1/1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 മൈനസ് എ എക്സ് മൈനസ് ബി ഈക്വൽ ടു 0. ഫൈൻഡ് എ ആൻഡ് ബി. ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് പഠിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ്. രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസിനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രി സെയിം ആണെങ്കിൽ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആളിൻ്റെ കോയിഫിഷ്യൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് a0/b0. നെക്സ്റ്റ് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രി നോക്കുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരം എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ആണെങ്കിൽ ഉത്തരം 0 ആയിരിക്കും. സോ ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക. രണ്ട് പോളിനോമിയൽസ് ഡിവൈഡ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയും ഡിനോമിനേറ്റർ ഡിഗ്രിയും സെയിം ആവുകയാണെങ്കിൽ ഹയസ്റ്റ് കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ ആയിരിക്കും അതിൻ്റെ ഫൈനൽ ഉത്തരം a0/b0. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ആണ് വരുന്നതെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ആണെങ്കിൽ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 5x square plus 6x minus 7 divided by 3x square plus 9x plus 10. ഇതൊരു പ്രോബ്ലം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 3x plus 4 divided by 5x square plus 9x plus 6. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 5x square plus 9x plus 10 divided by 4x minus 3. നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് ടേംസിൻ്റെ കോഎഫിഷ്യൻസ് ദാറ്റ് ഈസ് 5/3 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് a0/b0. നെക്സ്റ്റ് പ്രോബ്ലത്തിനകത്ത് ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയാണ് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ കൂടുതൽ. സോ ഡിനോമിനേറ്ററിൻ്റെ പവർ കൂടുതലായതുകൊണ്ട് ഉത്തരം എന്തായി മാറും? 0 ആകും.
അടുത്തത് 5x² + 9x + 10 ഡിവൈഡ് ബൈ 4x - 3. ഇവിടെ ന്യൂമറേറ്ററിന്റെ ഡിഗ്രിയാണ് കൂടുതൽ. സോ ആൻസർ ഈസ് ഇൻഫിനിറ്റി. ക്ലിയർ ആണല്ലോ. സോ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. എന്താണ് പ്രോബ്ലം? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി x² + 1 ഡിവൈഡ് ബൈ x + 1 മൈനസ് ax മൈനസ് b ഈക്വൽ ടു 0. ഫൈൻഡ് a ആൻഡ് b. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇത് ഏത് ഫോമിലെ ബാച്ച് ചെയ്ത് കിടക്കുന്നതാണ്? ഇൻഫിനിറ്റി എടുക്കുമ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണ്. സോ നമുക്ക് LC എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി x² + 1 മൈനസ് ax ഇൻറ്റു x + 1 മൈനസ് b ഇൻറ്റു x + 1 ഹോൾ ഡിവൈഡ് ബൈ x - 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി x² + 1 മൈനസ് ax² മൈനസ് ax minus bx minus b divided by x minus 1 equal to 0. That is limit extends to infinity 1 minus a into x square minus of a plus b into x plus 1 minus b divided by x minus 1 equal to 0. നമുക്കറിയാം ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 വരുന്നു. നമുക്കറിയാം 0 വരുന്ന ഒരേ ഒരു കേസിലേ ഉള്ളൂ. എന്താണ്? ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയും ഡിനോമിനേറ്റർ ഡിഗ്രിയും നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം? വലുതായിരിക്കണം. ഇവിടെ ഡിനോമിനേറ്റർ ഡിഗ്രി എന്ന് വെച്ചാൽ 1 ആണ്. സോ അതിനേക്കാൾ താഴെയുള്ള ഡിഗ്രി 0 ആയിട്ടുള്ള ടേമുകൾ മാത്രമേ ന്യൂമറേറ്റർ കാണാവൂ. സോ ഫസ്റ്റ് ടേം കാണാൻ പാടില്ല. x² ടേമും കാണാൻ പാടില്ല, എക്സിൻ്റെ ടേമും കാണാൻ പാടില്ല. ദാറ്റ് ഈസ് x² ടേം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ 1 മൈനസ് എയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. സിമിലർലി മൈനസ് ഓഫ് a പ്ലസ് ബി ഈക്വൽ ടു 0 അല്ലെങ്കിൽ a പ്ലസ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. സോ 1 മൈനസ് എ ഈക്വൽ ടു 0 എന്നുള്ളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 പ്ലസ് ബി ഈക്വൽ ടു 0. ദെയർഫോർ ബി ഇസ് ഈക്വൽ ടു -1. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി x² + 1 ഡിവൈഡ് ബൈ x + 1 മൈനസ് ax മൈനസ് ബി ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എയുടെ വാല്യൂ 1 ആയിരിക്കണം, ബിയുടെ വാല്യൂ -1 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. അടുത്ത പ്രോബ്ലം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി x² + 1 ഡിവൈഡ് ബൈ x + 1 മൈനസ് ax മൈനസ് ബി ഈക്വൽ ടു 2. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a ആൻഡ് b. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നേരത്തെ ഉത്തരത്തിനകത്ത് റൈറ്റ് സൈഡ് 0 ആയിരുന്നു, ഇവിടെ 2 ആണെന്നേ ഉള്ളൂ. നമുക്കറിയാം ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ് വരുന്നത്. നമുക്കറിയാം ഇൻഫിനിറ്റി ക്വാണ്ടിറ്റി വരണമെങ്കിൽ ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കണം. 0 വരണമെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനേക്കാൾ ലാർജർ ആയിരിക്കണം. ഫൈനൈറ്റ് ക്വാണ്ടിറ്റി വരണമെങ്കിൽ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്റർ ഡിഗ്രി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇത് ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ LCM എടുക്കാം. x² + 1 മൈനസ് ax ഇൻറ്റു x + 1 മൈനസ് b ഇൻറ്റു x + 1 ഡിവൈഡഡ് ബൈ x + 1 ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി x² + 1 മൈനസ് ax² മൈനസ് ax മൈനസ് bx മൈനസ് b ഡിവൈഡഡ് ബൈ x + 1 ഈക്വൽ ടു 2. That is limit extends to infinity 1 minus a into x square minus of a plus b into x plus 1 minus b divided by x plus 1 equal to 2. നമുക്കറിയാം ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി വരണമെങ്കിൽ ഉറപ്പായിട്ടും ഡിഗ്രി സെയിം ആയിരിക്കണം. താഴെയുള്ള ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്. സോ ന്യൂമറേറ്റർ ഡിഗ്രി 1 ആകണം. അപ്പോൾ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. 1 മൈനസ് എ മസ്റ്റായിട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ശരിയല്ലേ? സോ 1 മൈനസ് എ ഇസ് ഇക്വൽ ടു 0 മീൻസ് എ ഇസ് ഇക്വൽ ടു 1 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ. ബി ഹാവ് എനി വാല്യൂ, ബിക്ക് ഏത് വാല്യൂ വന്നാലും കുഴപ്പമില്ല. സോ ഉറപ്പായിട്ടും എയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. നേരത്തെ പറഞ്ഞ റിസൾട്ട് തന്നെയാണ്. ആ റിസൾട്ടായിട്ട് പഠിക്കുക. എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി a0 x റൈസ് ടു n പ്ലസ് a1 x റൈസ് ടു n മൈനസ് 1 പ്ലസ് a2 x റൈസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്രാ പ്ലസ് an ഹോൾ ഡിവൈഡഡ് ബൈ b0 x റൈസ് ടു m പ്ലസ് b1 x റൈസ് ടു m മൈനസ് 1 പ്ലസ് b2 x റൈസ് ടു m മൈനസ് 2 പ്ലസ് എക്സെട്രാ പ്ലസ് bm. ഇതിൻ്റെ ആൻസർ എന്തായി മാറും? ഡിഗ്രി സെയിം ആകുന്നു. അതായത് എന്നിൻ്റെ വിലയും എമ്മിൻ്റെ വിലയും സെയിം ആയി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും? a0 by b0 ദാറ്റ് ഈസ് n ഈക്വൽ ടു m. ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ m ആയി കഴിഞ്ഞാൽ ഉത്തരം എന്തായി മാറും? ഇൻഫിനിറ്റി ആവും. ഇഫ് n ലെസ് ദാൻ m ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ലാർജർ ആണെങ്കിൽ ഉത്തരം എന്തായി മാറും? 0 ആയി മാറും. ക്ലിയർ ആണല്ലോ.
സോ ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 5x³ പ്ലസ് 9x² മൈനസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5 മൈനസ് 4x⁻6 പ്ലസ് 3x പ്ലസ് 27x³. ഇതാണ് ചോദ്യം. നിങ്ങൾ ആലോചിക്കുക, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 ആണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ഹയസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഡിനോമിനേറ്റർ ലാർജർ ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് n² ഹോൾ ഡിവൈഡ് ബൈ n³. നമുക്കറിയാം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം അല്ലേ? നമുക്കറിയാം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഈക്വൽ ടു നാച്ചുറൽ നമ്പറിൻ്റെ സം ആണെങ്കിൽ നമുക്കറിയാം n × n + 1/2. ഇതുപോലെ 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് n² നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറുകളുടെ സം ആണെങ്കിൽ ഫോമിൽ എന്താണ്? n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇതുപോലെ ക്യൂബിൻ്റെ സം ആണെങ്കിലോ 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് n³ ആണെങ്കിൽ n × n + 1/2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ 3 റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസുമായിട്ട് ബന്ധപ്പെടുന്ന റിസൾട്ടുകളാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ സം ചോദിക്കാം, നാച്ചുറൽ നമ്പറിൻ്റെ സം ചോദിക്കാം, ക്യൂബുകളുടെ സം ചോദിക്കാം. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ന്യൂമറേറ്ററിനകത്ത് സ്ക്വയറിൻ്റെ സമ്മാണ്. സോ നമുക്ക് എഴുതാം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് n² മീൻസ് n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു താഴെ എന്തുണ്ട്? n³ ഉണ്ട്. സോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n³ മൊത്തത്തിൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 + 1/n ഇൻറ്റു 2 + 1/n ഡിവൈഡഡ് ബൈ 6 n³ ആണ്. സോ n³ ക്യാൻസൽ. എന്നിന് പകരം ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും? എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് 1 + 0 ഇൻറ്റു 2 + 0 ഡിവൈഡ് ബൈ 6 ദാറ്റ് ഈസ് 1 × 2 ഡിവൈഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു 1/3. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/3 പ്ലസ് 1/3² പ്ലസ് 1/3³ പ്ലസ് എക്സെട്ര പ്ലസ് 1/3n. നമുക്കറിയാം ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലേ? ജോമെട്രിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് അതിൻ്റെ സം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി നമുക്കറിയാം 1/3 പ്ലസ് 1/3² പ്ലസ് 1/3³ പ്ലസ് എക്സെട്ര പ്ലസ് 1/3n. ഇതൊരു GP ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇതിൻ്റെ സം ഓഫ് ദി n ടേംസ് എന്ന് പറഞ്ഞാൽ a ഇൻറ്റു 1 - r⁻n/1 - r ആണ്. കാരണം കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/3 വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/3 ഇൻറ്റു 1 - 1/3n ഡിവൈഡഡ് ബൈ 1 - 1/3 ദാറ്റ് ഈസ് 2/3 ആവും. 1/3 ഡിവൈഡ് ബൈ 2/3 ഇൻറ്റു 1 - 3n. സോ 3 ക്യാൻസൽ. ഫൈനലി 1/2 ഇൻറ്റു 1 - 1/3n ഇങ്ങനെയല്ലേ വരുന്നത്? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഇൻറ്റു 1 - എനി നമ്പർ ബൈ ഇൻഫിനിറ്റി എന്തായി മാറും? 0 ആവും. സോ 1/2 ഇൻറ്റു 1 - 0 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ദിസ് ഈസ് ദ ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഹായ് സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവാലുവേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ലിമിറ്റ്സ് ഓഫ് ദി ഫോം 1⁻∞. 1⁻∞ ഫോമിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ടു ഇവാലുവേറ്റ് ദ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ഓഫ് ദി ഫോം 1⁻∞, വി യൂസ് ദ ഫോളോയിങ് റിസൾട്ട്. 1⁻∞ ഫോമിലാണ് വരുന്നതെങ്കിൽ താഴെ പറയുന്ന റിസൾട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ റിസൾട്ട് എന്താ നോക്കേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f of x is equal to limit extends to a g of x is equal to 0. Then limit extends to a 1 plus f of x the whole raised to 1 by g of x is equal to e raised to limit extends to a f of x by g of x. Or മറ്റൊരു ഫോം ഉണ്ട്. limit extends to a f of x is equal to 1 and limit extends to a g of x is equal to infinity. Then limit extends to a f of x raised to g of x is equal to e raised to limit extends to a f of x minus 1 into g of x. അതായത്
ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സിൻ്റെ വരെയും 0 ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ജി ഓഫ് എക്സിൻ്റെ വരെ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ 1 പ്ലസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു 1 ബൈ ജി ഓഫ് എക്സ് എന്തായി മാറും? നിങ്ങൾ തന്നെ അല്ല ചോക്കേ. എഫ് ഓഫ് എക്സിന് 0 കൊടുക്കുക, ജി ഓഫ് എക്സിന് 0 കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ എന്തായി മാറും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ കൊടുത്തു കഴിഞ്ഞാൽ 1 plus 0 the whole raised to 1 by 0, that is 1 raised to infinity ഫോമിൽ ആകും. കണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1 ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ഇക്വൽ ടു ഇൻഫിനിറ്റി. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ്. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സിൻ്റെ വില 1 ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സിൻ്റെ വില ഇൻഫിനിറ്റി ആണ്. അതും ഏത് ഫോമിലാവും? 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോമിലാണ്. അപ്പോൾ 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോമിലാണെങ്കിൽ ചെയ്യേണ്ട വഴി എന്താണെന്ന് നോക്കേ, ഇ റൈസ് ടു അപ്ലൈ ചെയ്യുക. കേട്ടെ, ജനറൽ ഷോർട്ട് കട്ട് എന്താണ്? ഇ റൈസ് ടു, ലിമിറ്റിന് യാതൊരു ചേഞ്ചും ഇല്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ആണ് ലിമിറ്റ് എങ്കിൽ എ ലിമിറ്റ് എഴുതുക, ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് എങ്കിൽ ഇൻഫിനിറ്റി ലിമിറ്റ് എഴുതുക, 0 ആണെങ്കിൽ 0 എഴുതുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ബേസ് ആയിട്ട് കിടക്കുന്ന ടേമിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തു അല്ലേ. 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് ഫസ്റ്റ് ടേമിനകത്തുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് ഫോമിലേക്കകത്തുള്ളത് 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ്. ആ പവറായിട്ട് കിടക്കുന്ന ടേം ഇൻറ്റു ആയിട്ട് വരും. എന്താണ് പവറായിട്ടുള്ളത്? ഇൻറ്റു 1 ബൈ ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. രണ്ടാമത്തെ റിസൾട്ടിനകത്തും ഇതുപോലെ തന്നെയാണ്. അതാണ്ട് 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോമിലായതുകൊണ്ട് ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ബേസ് കിടക്കുന്ന ടേമിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് 1 പവറായിട്ട് കിടക്കുന്ന ജി ഓഫ് എക്സ് ഇൻറ്റു ആവും, പ്രോഡക്റ്റായി മാറും ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ? പ്രോബ്ലം ചെയ്യാം. അടുത്തതായിട്ടുള്ളത് പർട്ടിക്കുലർ കേസുകളാണ്. ഫസ്റ്റ് കേസ് നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇ. ഇത് റിസൾട്ടാണ്. ഈ റിസൾട്ട് ബൈഹാർട്ട് ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 plus 1 by x the whole raised to 1 by x is equal to e. The second result is limit extends to 0 1 plus 1 by x the whole raised to x is equal to e. Third case, limit extends to 0 1 plus lambda x the whole raised to 1 by x is equal to e raised to lambda. Limit extends to infinity 1 plus lambda by x the whole raised to x is equal to e raised to lambda. അപ്പോൾ ഈ 4 കേസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും റിസൾട്ടായിട്ട് കാണാൻ പഠിക്കേണ്ടത്. ഫസ്റ്റ് കേസ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇ. എങ്ങനെ ഈ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1 ബൈ എക്സ്. നമുക്കറിയാം ഡയറക്റ്റായിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് 0 അതായത് 1 റൈസ് ടു ഇൻഫിനിറ്റി എന്നുള്ള രൂപത്തിലല്ലേ. 1 റൈസ് ടു ഇൻഫിനിറ്റി രൂപത്തിലാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ്? ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ബേസ് കിടക്കുന്ന ടേം 1 പ്ലസ് എക്സ് ആണ്, അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു 1 ബൈ എക്സ്. 1 ക്യാൻസൽ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു 1 ബൈ എക്സ്, ദാറ്റ് ഈസ് 1. ദെയർഫോർ ആൻസർ ഈസ് ഇ റൈസ് ടു 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇ. ഇതുപോലെ തന്നെയാണ് ഈ റിസൾട്ടുകളെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ റിസൾട്ടുകളെല്ലാം കാണാൻ പഠിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇ. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ. Limit extends to 0 1 plus lambda x the whole raised to 1 by x is equal to e raised to lambda. Limit extends to infinity 1 plus lambda by x the whole raised to x is equal to e raised to lambda. ഇത്രയും കാര്യങ്ങൾ കാണാൻ പഠിക്കുക. നെക്സ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി x minus 3 divided by x plus 2 the whole raised to x. First option e, second option e raised to minus 1, third option e raised to minus 5 and fourth option e raised to 5. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ദ ഹോൾ റൈസ് ടു എക്സ്. എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം? ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ബേസ് ആയിട്ട് കിടക്കുന്ന ടേമിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു എക്സ്. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എൽ സി എടുക്കുക. എക്സ് മൈനസ് 3 മൈനസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 5x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 5x ഡിവൈഡഡ് ബൈ, നമുക്കറിയാം ഡിനോമിനേറ്ററിൽ നിന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ
x into 1 plus 2 by x. x cancel. e raised to x ന് വരെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ എന്താവും -5 divided by 1 plus any number by infinity 0 ആണ്. So the final answer is e raised to -5. e raised to -5, that is option 3 C is the correct answer. Clear? Next problem, evaluate limit x tends to 0 a raised to x plus b raised to x plus c raised to x whole divided by 3 the whole raised to 1 by x. Options a plus b plus c, abc, root abc, abc the whole raised to 1 by 3. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് എക്സിന് നമ്മൾ 0 എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? ബേസ് എന്തായി മാറും? a റൈസ് 0 പ്ലസ് ബി റൈസ് 0 പ്ലസ് സി റൈസ് 0. നമുക്കറിയാം a റൈസ് 0 1 ആണ്, b റൈസ് 0 1, c റൈസ് 0 1. ദാറ്റ് ഈസ് 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 3 ആണ്. 3/3 1 റൈസ് ടു ഇൻഫിനിറ്റി എന്നുള്ള രൂപത്തിലല്ലേ? 1 റൈസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ ഫോമിൽ എന്താണ്? e റൈസ് ടു അപ്ലൈ ചെയ്യുക, ലിമിറ്റിന് ചേഞ്ച് ഇല്ല, ബേസ് ആയിട്ടുള്ള ടേമിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക ഇൻറ്റു പവർ അല്ലേ? സോ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, limit x tends to 0 a raised to x plus b raised to x plus c raised to x divided by 3 the whole raised to 1 by x becomes e raised to limit x tends to 0 a raised to x plus b raised to x plus c raised to x divided by 3 minus 1 into 1 by x. So LCM എടുക്കുകയാണെങ്കിൽ limit x tends to 0 a raised to x plus b raised to x plus c raised to x minus 3 whole divided by 3 into x that is 3x. ശരിയാണല്ലോ? സോ ഇത് ഏത് രൂപത്തിലായി? എക്സിന് നമ്മൾ 0 എടുത്തു കഴിഞ്ഞാൽ 0/0 ഫോമിലായി. സോ പവറായിട്ട് കിടക്കുന്ന e റൈസ് ടു ടേം ഇല്ലാതെ നമുക്ക് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്താൽ എന്ത് വരും? e റൈസ് ടു ലിമിറ്റ് x tends to 0 a റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം a റൈസ് ടു എക്സ് log a പ്ലസ് ബി റൈസ് ടു എക്സിൻ്റെ ബി റൈസ് ടു എക്സ് ലോഗ് ബി പ്ലസ് സി റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് സി റൈസ് ടു എക്സ് ലോഗ് സി. 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഇ റൈസ് ടു ലിമിറ്റ് എക്സിന് 0 എക്സിന് നമ്മൾ 0 എടുത്താൽ എ റൈസ് 0 1 ദാറ്റ് ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി ഹോൾ ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഇ റൈസ് ടു 1/3 നമുക്ക് കോമൺ എടുക്കാം. ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി മീൻസ് ലോഗ് ഓഫ് എ ബി സി ആണ്. n log x means log x raised to n ആണ്. So e raised to log abc the whole raised to 1/3 which is equal to abc the whole raised to 1/3. Clear ആണല്ലോ? Therefore option D is the correct answer. Next problem, limit x tends to 0 sin x plus cos x the whole raised to 1 by x. നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ sin x എന്ന് പറയുമ്പോൾ sin 0 ആണ്, 0 പ്ലസ് cos 0 means 1 the whole raised to infinity that is 1 raised to infinity ഫോമിലാണ്. സോ ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യാം. ലിമിറ്റ് x tends to 0 sin x plus cos x the whole raised to 1 by x means e raised to limit x tends to 0 sin x plus cos x minus 1 into 1 by x. ഓക്കെ ആണല്ലോ? സോ 0/0 ഫോമിലെത്തി. എൽ ഹോസ്പിറ്റൽ റൂൾ അനുസരിച്ച് ലിമിറ്റ് x tends to 0 sin x ഡെറിവേറ്റീവ് നമുക്കറിയാം cos xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x, 1ൻ്റെ ഡെറിവേറ്റീവ് 0, താഴെയുള്ള എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇ റൈസ് ടു എക്സിന് 0 കൊടുക്കുമ്പോൾ cos 0 1 മൈനസ് sin 0 0 ദാറ്റ് ഈസ് ആൻസർ ഈസ് ഇ റൈസ് ടു 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇ. Therefore option B is the correct answer. Next problem, evaluate limit x tends to infinity 1 plus 2 by x the whole raised to x. നമുക്കറിയാം ഇതൊരു ഷോർട്ട് കട്ടാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഷോർട്ട് കട്ട്. ലിമിറ്റ് x tends to infinity 1 plus lambda by x the whole raised to x which is equal to e raised to lambda. സോ അതിനനുസരിച്ച് നമുക്ക് എഴുതുമ്പോൾ ലിമിറ്റ് x tends to infinity 1 plus 2 by x the whole raised to x എന്താവും? ലാംഡയ്ക്ക് വരും 2 റീപ്ലേസ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് ഇ സ്ക്വയർ. ഇതിനെ ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും? e raised to limit x tends to infinity ന്യൂമറേറ്റർ ബേസ് ടേമിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 plus 2 by x minus 1 into x that is e raised to limit x tends to infinity 2 by x into x that is e raised to limit x tends to infinity 2 that is
ഇ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഷോർട്ട് കട്ട് വഴി നമ്മൾ പ്രോബ്ലം ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡിലൂടെ പ്രോബ്ലം ചെയ്യാം. ഷോർട്ട് കട്ട് കാണാൻ പഠിക്കുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 6 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ റൈസ് ടു എക്സ് പ്ലസ് 4. ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷേ ഡയറക്റ്റ് മെത്തേഡിൽ ആദ്യം പറയാം. എങ്ങനെയാണ്? ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 6 ബൈ എക്സ് പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4. ദാറ്റ് ഈസ് ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. എൽ സി എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 6 മൈനസ് എക്സ് മൈനസ് 1 divided by x plus 1 into x plus 4. That is e raised to limit x tends to infinity 5 into x plus 4 divided by x plus 1. That is e raised to limit x tends to infinity. Numerator term il x common എടുത്താൽ 5 കൂടെ ഓൾറെഡി വെളിയിലുണ്ട്, 1 plus 4 by x divided by denominator x common എടുത്താൽ 1 plus 1 by x. That is x cancel. e raised to limit x tends to infinity 5 into 1 plus 0 divided by 1. That is answer is e raised to 5. Clear ആണല്ലോ. Next problem, evaluate limit x tends to 0 1 plus 5x square divided by 1 plus 3x square the whole raised to 1 by x square. ഇതും ഇതുപോലെ തന്നെ ചെയ്യാം. എങ്ങനെ എഴുതാം? limit x tends to 0 1 plus 5x square divided by 1 plus 3x square the whole raised to 1 by x square, which is equal to e raised to limit x tends to 0 1 plus 5x square by 1 plus 3x square minus 1 into 1 by x square. That is equal to e raised to limit x tends to 0. LC എടുക്കുകയാണെങ്കിൽ 1 plus 5x square minus 1 minus 3x square divided by 1 plus 3x square into 1 by x square. That is equal to e raised to limit x tends to 0 1 1 cancel 5x square minus 3x square, that is 2x square divided by 1 plus 3x square into 1 by x square. That is equal to e raised to limit x tends to infinity. നമുക്കറിയാം x square കോമൺ എടുത്താൽ ഈ x square കട്ട് ചെയ്ത് പോയി 2 divided by 1 plus 3x square എന്നാണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ e raised to 2 divided by infinity, any number by infinity 0 ആണ്. സോ e raised to 0 is equal to 1. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം, evaluate limit x tends to 0 x minus 3 divided by x plus 2 the whole raised to x. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? e raised to limit x tends to 0 x minus 3 divided by x plus 2 minus 1 into x, which is equal to e raised to limit x tends to 0. LCM calculate ചെയ്യുകയാണെങ്കിൽ x minus 3 minus x minus 2 divided by x plus 2 into x. That is e raised to limit x tends to 0. നമുക്കറിയാം x cancel minus 5x divided by x plus 2. That is e raised to limit x tends to 0 minus 5x divided by x നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ 1 plus 2 by x ആണ്. സോ x cancel, ആൻസർ ഈസ് e raised to minus 5. ക്ലിയർ ആണല്ലോ. അടുത്ത ഫോമാണ് 0 raised to 0 ഫോം. അപ്പോൾ നമ്മൾ 0 by 0 ഫോം പറഞ്ഞു, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം പറഞ്ഞു, 1 raised to ഇൻഫിനിറ്റി ഫോം വന്നു. അടുത്ത ഫോമിൻ്റെ പേരാണ് 0 raised to 0 ഫോം. 0 raised to 0 ഫോമിലാണ് ഒരു പ്രോബ്ലം വരുന്നതെങ്കിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ലിമിറ്റ് x tends to a f of x the whole raised to g of x is equal to e raised to limit x tends to a g of x into log f of x. അപ്പോൾ 1 raised to infinity വന്നു കഴിഞ്ഞാൽ e raised to ലിമിറ്റ് എഴുതുക, ബേസിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക ഇൻറ്റു പവർ ടേം, ഇതല്ലേ. ഇത് നേരെ കുറച്ച് 0 raised to 0 വരുവാണെങ്കിൽ എന്താണ് ഫോമുല? e raised to limit x tends to a power term means g of x into log base. log base means log f of x. So നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 0 മോഡുലസ് x the whole raised to sin x. നമ്മൾ എക്സിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 0 എടുത്തു കഴിഞ്ഞാൽ 0 raised to sin 0, അതായത് 0 raised to 0 ഫോമിലാണ്. 0 raised to ഫോമിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് x tends to 0 മോഡുലസ് x the whole raised to sin x, which is equal to e raised to limit x tends to 0
പവർ ടേം ആദ്യം കൊണ്ടുവരിക അല്ലേ, സൈൻ എക്സ് ഇൻറ്റു ലോഗ് ബേസ് ആയിട്ടുള്ള ലോഗ് എക്സ്. ഇവിടെ സൈൻ എക്സ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, 1 cosec x എന്ന് എഴുതാം. സോ ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ കൊസീക് എക്സ്. നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മൾ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0/0 ഫോമിൽ ആയതുകൊണ്ട് ഇത് എൽ ഹോസ്പിറ്റലിലേക്ക് ചെയ്യാം. സോ ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x ആണ്. അതുപോലെ തന്നെ കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടക്സ് അല്ലേ, മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടക്സ്. ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/x ഡിവൈഡഡ് ബൈ മൈനസ്, നമുക്കറിയാം കൊസീക്ക് എക്സ് എന്നുള്ളതിനെ നമുക്ക് 1/sin x എഴുതാം, കോട്ടിനെ നമുക്ക് കോസ് ബൈ സൈൻ എന്ന് എഴുതാം. സോ സൈൻ ഇൻറ്റു സൈൻ, സൈൻ സ്ക്വയർ ന്യൂമറേറ്ററിൽ പോവുകയാണെങ്കിൽ ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് കോസ് എക്സ്. ഓക്കെ ആണല്ലോ. സോ ഇ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 നമുക്കറിയാം മൈനസ് സൈൻ സ്ക്വയർ എക്സ് മീൻസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു കോസ് എക്സ്. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വില 1 ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ടാൻ എക്സിൻ്റെ വില 0 ആണ്. സോ ആൻസർ ഈസ് ഇ റൈസ് ടു -1 ഇൻറ്റു 0 ദാറ്റ് ഈസ് ഇ റൈസ് ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ. അടുത്ത ഫോം ഇൻഫിനിറ്റി റൈസ് 0 ഫോം. അപ്പോൾ നമ്മൾ പഠിച്ച ഫോമുകളെല്ലാം മറന്നു പോരുത്. 0 റൈസ് 0 പഠിച്ചു. ഇപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി പഠിച്ചു, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി പഠിച്ചു, 1 റൈസ് ടു ഇൻഫിനിറ്റി പഠിച്ചു, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി 0/0. ലാസ്റ്റ് ഫോം എന്താണ്, ഇൻഫിനിറ്റി റൈസ് 0 ഫോം. ഇങ്ങനെയുള്ള ഫോമിനെ ചെയ്യേണ്ട വഴി എന്താണെന്ന് വെച്ചാൽ ഇൻ ദിസ് മെത്തേഡ് ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. തന്നിരിക്കുന്ന ലിമിറ്റ് ക്വസ്റ്റിനകത്ത് ലോഗരിതം അപ്ലൈ ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ n ദ ഹോൾ റൈസ് ടു 2/n. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്നിന് വരെ ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി റൈസ് ടു 2 റൈസ് ടു ഇൻഫിനിറ്റി 2 റൈസ് ടു ഇൻഫിനിറ്റി 0 ആണ്. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം ഇൻഫിനിറ്റി റൈസ് 0. സോ ലോഗരിതം ചെയ്യണം. ലോഗരിതം അപ്ലൈ ചെയ്തതിന് വേണ്ടി തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എ എന്ന് കൺസിഡർ. ലെറ്റ് എ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പൈ n the whole raised to 2/n. Taking logarithm on both sides we get log a is equal to limit n tends to infinity log pi n the whole raised to 2/n. ശരിയാണല്ലോ. സോ log a is equal to limit n tends to infinity log x raised to ന്റെ ഫോമിൽ നമുക്കറിയാം n log x. അപ്പം 2/n log pi n. ക്ലിയർ ആണല്ലോ. സോ log a is equal to 2 നമുക്ക് കോൺസ്റ്റന്റ് ഇടാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് പൈ n ഡിവൈഡഡ് ബൈ n. നമുക്കറിയാം റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് x ബൈ x എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് പൈ n ബൈ പൈ n വന്നാൽ 0 ആവത്തില്ലേ. പൈ n വരാൻ വേണ്ടി ഇൻറ്റു പൈ എഴുതാം. സോ ആൻസർ ഈസ് 0. ദാറ്റ് ഈസ് log a is equal to 0. Therefore നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a ആണ്. a is equal to e raised to 0 which is equal to 1. ഇവിടെ ഉപയോഗിച്ച റിസൾട്ട് എന്താണ്, ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് x ബൈ x is equal to 0 എന്നുള്ള റിസൾട്ടാണ് ഉപയോഗിച്ചത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e raised to n ഡിവൈഡഡ് ബൈ പൈ the whole raised to 1/n. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതും ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്തായി മാറും, ഇൻഫിനിറ്റി റൈസ് 0 ഫോമിലാണ്. സോ ടേക്ക് ഇൻ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. സോ അതിന് മുമ്പ് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എ എന്ന് എടുക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റൈസ് ടു n ഡിവൈഡഡ് ബൈ പൈ ദ ഹോൾ റൈസ് ടു 1/n. ടേക്കിംഗ് ലോഗരിതം log a ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ഓഫ് e raised to n by pi the whole raised to 1/n. Log x raised to n means n log x. So log a is equal to limit n tends to infinity 1/n log of e raised to n by pi. That is log a is equal to limit n tends to infinity 1/n into
log a by b means log a minus log b, that is log e raised to n minus log pi, that is log a is equal to limit n tends to infinity. നമുക്കറിയാം log e raised to n means n log e minus log pi divided by n. So log a is equal to, log യുടെ വില 1 ആണ്. So limit n tends to infinity n minus log pi divided by n, that is log a is equal to 1. Therefore a is equal to e raised to 1, which is equal to e. Clear ആണല്ലോ?